പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണിത്. യൂറിക് ആസിഡ് കൂടിക്കഴിയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദേഹത്ത് പോച്ചിൽ കൂടും, വേദന കൂടും, വീക്കം വരും, ചില ആളുകൾ അസിഡിറ്റി ഇഷ്യൂസ് വരും എന്നൊക്കെയാണ്. പക്ഷേ യൂറിക് ആസിഡ് കൂടുന്നത് ഇൻഫെർട്ടിലിറ്റിക്ക് പോലും കാരണമാകുന്നു എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം, വറുത്ത സാധനങ്ങൾ ഇങ്ങനെയെല്ലാം കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് പുരുഷന്മാരിൽ ഇത് ബീജത്തിൻ്റെ DNA നശിപ്പിക്കുകയും സ്പേം മോട്ടിലിറ്റി കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. സ്ത്രീകളിലാണെങ്കിലോ ഇത് PCOS പോലെയുള്ള ഇഷ്യൂസും ഓവുലേഷൻ കറക്റ്റായി നടക്കാതിരിക്കാനും കാരണമാകുന്നു. ഇത് ഇൻഫെർട്ടിലിറ്റി ആവുന്നുവെന്ന് മാത്രമല്ല, നമ്മൾ പ്രഗ്നൻസി ആവാനായിട്ട് IVF പോലെയുള്ള പല ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഹൈ ആയിട്ടുള്ള യൂറിക് ആസിഡ് ലെവൽ കാരണം പ്രഗ്നൻ്റ് ആവണമെന്ന് പോലും ഇല്ല. അതുകൊണ്ട് യൂറിക് ആസിഡ് ലെവൽ നോർമൽ ആക്കേണ്ടത് ഇൻഫെർട്ടിലിറ്റി വരാതിരിക്കാനും വളരെ ആവശ്യമാണ്. യൂറിക് ആസിഡ് ലെവൽ കൂടുതലുള്ള പേഷ്യൻസ് ഇപ്പോഴും ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കുക, വ്യായാമം ചെയ്യുക, നന്നായി വെള്ളം കുടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആയുർവേദത്തിൽ നല്ല മരുന്നുകളുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ഈ യൂറിക് ആസിഡ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ലിവറാണ്. ഈ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷനുള്ള മരുന്നൊക്കെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഈ യൂറിക് ആസിഡ് ലെവൽ നോർമൽ ആകുന്നതിൻ്റെ ഒപ്പം ശരീരവേദന കുറയാനും നീർക്കെട്ട് കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻഫെർട്ടിലിറ്റി എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരാറില്ല.